അഴിമതിക്കാർക്കിടയിൽ ഇയാൾ പേടി സ്വപ്നം. രാഷ്ട്രീയക്കാർക്കിടയിൽ ഇയാൾ മഹി രാവണൻ. പൂഞ്ഞാറിലെ ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് ഒറ്റപ്പേരേ ഉള്ളൂ, PC ജോർജ്. നമസ്കാരം വീണ്ടും. കാരണം വേറൊന്നുമല്ല, പറയാൻ നേടാം എന്ന് പറഞ്ഞ അമൃതയുടെ ഒരു മെയിൻ ഷോയാണ്. പണം വേണ്ട. അപ്പൊ ചേട്ടൻ എന്തിനാണ്? അതായത് ഇത് അമൃതയുടെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും പങ്കെടുക്കണം എന്നുള്ള സന്തോഷം. പക്ഷേ എൻ്റെ പണം വേണം. എന്താന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് എരുമേലി പഞ്ചായത്തിൽ പൂഞ്ഞാറ എരുത്തുവാപ്പുഴം മലവേടർ കോളനിയുണ്ട്. ആ കോളനിയിൽ ഒരു സുനിത എന്നൊരു സ്ത്രീ തീ പിടിച്ചു മരിച്ചു. ഞാൻ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അത് കൊലപാതകമാണ്. വളരെ വിശദമായി പഠിച്ച് അവിടെ മലവേടറ ഒന്നും ഇറങ്ങി വരികയില്ല, ജനങ്ങളുടെ ബന്ധമില്ല. ഞാൻ 1 മണിക്കൂർ ബുദ്ധിമുട്ട സ്ത്രീകളൊക്കെ ഇറങ്ങി വന്നു, പുരുഷന്മാരില്ല. ചോദിച്ചു വന്നപ്പോൾ 8ാമത്തെ മരണം. ഞാൻ മുഖ്യമന്ത്രി പരാതി കൊടുത്ത് അന്വേഷണം നടക്കുക. ആ സ്ത്രീയുടെ 2 മക്കളുണ്ട്. ഭർത്താവിനെ കൊല്ലുന്നത് ഒരു കാർത്തികേയൻ 5 വയസ്സ്, രണ്ടാമത്തെ കൊച്ച് 3 വയസ്സ്. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഇന്ന് നേടുന്ന പണം കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം. അതാണ് സാമൂഹ്യ പ്രവർത്തനം. അതെ അതാണ്. അപ്പം ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് ചേട്ടൻ്റെ പഞ്ചായത്തിലൊരു പാലം വരും. ചേട്ടനാണ് അതിൻ്റെ മെയിൻ ആൾ, ഒപ്പിടേണ്ട ആൾ. ഒരു 100 കോടി രൂപയുടെ പാലം. അപ്പോൾ ഒരു കോൺട്രാക്ടർ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയാണ്, 100 കോടി രൂപ തരാം, ഒന്ന് കണ്ണടച്ചേക്കോ PC സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ കോൺട്രാക്ടർ അടുത്ത് പറയുന്നത്? അതിന് മറുപടി അത് നമ്മുടെ പ്രമുഖ നടൻ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മറുപടി. അതെന്താണ്? നിങ്ങളുടെ തന്തയല്ല എൻ്റെ തന്ത. അപ്പൊ അത് ക്ലിയറായി. അത് തന്നെ ഞാനും പറയും. അപ്പൊ എന്തായാലും എനിക്ക് തൃപ്തിയായി, സന്തോഷം. അപ്പൊ നമുക്ക് സീറ്റിലോട്ട് പോകാം. ഇന്നൊരു ഒരു സന്തോഷ വാർത്ത കൂടെ പറയാം. ചേട്ടൻ നേരത്തെ എൻ്റെ തന്തയല്ല നിന്റെ തന്ത, നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയിലെ ഡയലോഗാണ്. ചേട്ടൻ നടന്നു വന്നപ്പോഴും ആ മ്യൂസിക്കാണ് ഇട്ടത്. ചേട്ടനിപ്പം സ്വതന്ത്രനാണല്ലോ, പ്യുവർ സ്വതന്ത്രം. അപ്പം ഈ കലയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് കേട്ടു. അതുപോലെ തന്നെ അത് നമ്മുടെ പൂഞ്ഞാറ് എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഒത്തിരി സിനിമാപ്പിടുത്തം വരുന്നുണ്ട് അവിടെ, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും നടന്മാരും. അപ്പൊ അവരൊക്കെ വരുമ്പോൾ ഞാൻ അതിലേ പോകുമ്പോൾ ഒന്ന് അഭിനയിക്കാൻ പറയും, അഭിനയിക്കും. അങ്ങനെ വരുന്നതാണ്. അപ്പൊ അതിനൊക്കെ റെമ്യൂണറേഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല, ഫ്രീ ആണ്, എല്ലാം ഫ്രീയാ. അപ്പം നിങ്ങൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇപ്പോഴേ ഒരു ഹിന്റ് തരികയാണ്, നിങ്ങൾക്ക് PC ജോർജ് എന്ന ഒരു വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നതായിരിക്കും. അല്ല, അതിനകത്ത് 2 പടം വളരെ ഏറെയുണ്ട്. അതിന് ഒരു ചായ പോലും തന്നില്ല. അപ്പം വീണ്ടും നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരു ചായ പോലും കൊടുക്കാതെ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമയിൽ PC. അപ്പോൾ എന്തായാലും ഒരു ബന്ധം കൂടെ ഉണ്ടല്ലോ ജഗദീഷ് ശ്രീകുമാറുമായിട്ട്. അത് തീരാത്ത ഒരു നഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ വേദനയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണുമ്പം ഇപ്പോഴും ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുകയാണ്. ആ ഗ്യാപ്പ് ഒരിക്കലും അത് മാറുന്നില്ല. ഇന്നും അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഒരാളെ കാണുന്നില്ല. ആരും വന്നിട്ടില്ല. ഭയങ്കര അത് ആരോട് പറയാനാ. നമുക്ക് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ചികിത്സയും നടത്തി. എന്നിട്ട് പിന്നെ വിശ്വാസികൾ പറയുന്നത് വിശ്വാസപരമായ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതും നോക്കി. എന്നിട്ട് ഒന്നും രക്ഷ കിട്ടില്ല. സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ശബ്ദത്തിൻ്റെ ആ ഞരമ്പ് പൊട്ടിപ്പോയതാണ്. അത് കൂട്ടി വയ്പ്പിക്കാൻ ഓപ്പറേഷൻ ഇല്ല. അതാണ് പ്രശ്നം. പിന്നെ ചില ആളുകൾ പറയുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരിച്ചേക്കെന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിരിക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ ഇങ്ങനെ തിളങ്ങുകയാണ്, ജീവിക്കുക. എനിക്ക് തോന്നുന്ന ഈ പടം ഇങ്ങനെ അരച്ച് കലക്കി അമ്മയിലിട്ടിട്ട് പാലുമായിട്ട് ചേർത്ത് കുടിച്ചെന്ന് തോന്നുന്നില്ല. അല്ല, ഇതൊക്കെ നമ്മൾ പടമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അറിയാവേ. ശരിക്കും വെടിവെക്കാൻ അറിയോ? പിന്നെ അത് ഞാൻ 2 തോക്കുണ്ട്, 12 ബോറും ഉണ്ട്, പിസ്റ്റലും ഉണ്ട്. അപ്പൊ അത് ലൈസൻസ് ഉള്ളതാണോ? 2 ലൈസൻസ് ഉള്ളത് ഇല്ല. ഉണ്ട്, 2 ലൈസൻസ് ഉണ്ട്. പിന്നെ എയർ ഗണ്ണും ഉണ്ട്. 3 തോക്കുണ്ട്. എയർ ഗണ്ണ് പിന്നെ ലൈസൻസ് വേണ്ട? എയർ ഗണ്ണും വളരെ സൂക്ഷിക്കണം ഇപ്പോൾ. അതായത് ചില സ്ഥാനത്ത് എയർ ഗണ്ണോട് വേണ്ടി കൊണ്ടാൽ ആള് തട്ടിപ്പോകും. കണ്ണിൽ കൊടുത്ത പോയി. എന്തിനാണ് ഈ തോക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അത് പണ്ട് മുതലുള്ളതാണ്. ഇങ്ങനെ
അത് ഞങ്ങളുടെ ആ ഗ്രാമീണ മേഖലയിൽ ആയുധം കൊണ്ട് നടക്കുന്ന ഒരു 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 ക്രേസാണ്, ഒരു സുഖമാണ്. അതെ. ചിലർ പിച്ചാത്തി കൊണ്ട് നടക്കും, ചിലരുടെ കയ്യിൽ എപ്പോഴും ഒരു ഒരു അരുവാൾ കാണും കയ്യിൽ. എൻ്റെ കയ്യിൽ അതിന് പകരം തോക്കായിപ്പോയി. അത്ര ഇതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലേ ഈ തോക്ക്? തോക്കിൻ്റെ ലൈസൻസ് കിട്ടാൻ ഓൾ ഇന്ത്യ ലൈസൻസ് ആണ് എനിക്ക്. തോക്ക എല്ലാത്തിനും എൻ്റെ ഓൾ ഇന്ത്യ ലൈസൻസ് ആണ്. അപ്പം ആരും അത്ര വേഗം അടുക്കാനൊന്നും പറ്റൂല. അത് നമ്മൾ സൂക്ഷിക്കണ്ടേ നമ്മുടെ കാര്യം ഏത് വിധത്തിലും. അത് ഞാൻ ഈ തോക്ക് സ്ഥിരം ഉപയോഗിക്കാൻ കാരണം 80-ൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഇലക്ഷന് ജയിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ പെരുங்குളം അടിവാരം എന്ന സ്ഥലത്തേക്ക് പോവാം. പോയിട്ട് തിരിച്ചു വന്ന് രാത്രി ഒരു 1 മണിയായിട്ടുണ്ട്. 12 കഴിഞ്ഞ് ഏതായാലും തന്നെ ഡ്രൈവറും ഇല്ല, ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചു വരിക. ഒരു പെരുங்குളം കഴിഞ്ഞ് കല്ലേക്കുളത്തിനടുത്തപ്പോഴത്തേന് ഒരാൾ റോഡിന് നടുക്ക് ചാടി കൈ കാണിച്ചു. ഓടി വന്ന് ചാടി വണ്ടിക്കകത്ത് വണ്ടി തിരി PC പറയുമെന്ന് പറഞ്ഞു. ഞാൻ വല്ല പ്രസവ കേസോലാണെന്ന് വിചാരിച്ച് വേഗം വണ്ടി തിരിച്ചു. വിട്ടോളാൻ പറഞ്ഞു. വിട്ട് ഇങ്ങ് പോകുന്ന പറഞ്ഞു അവിടെ തടിയും കല്ലുമായിട്ട് ആളിരിപ്പുണ്ട്. അപ്പം ഈള് രാത്രി ഇറങ്ങിയപ്പോഴാണ്, കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. PC നോക്കിയിരിക്കുകയാണ്, വണ്ടി തടയും, കൊലപാതകം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇടമല വഴി കറങ്ങി കൈപ്പള്ളി വേണ്ട റൂട്ടെ ഇടമല ചെന്നിട്ട് ഇടമലയിൽ നിന്ന് പൂഞ്ഞാറ്റി ചാടി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പക്ഷേ ഇന്നാണ് ഞാൻ വരികയില്ല. ഇന്ന് ഞാൻ അതിൽ തന്നെ വരും. ഒരു 3-4 സ്വർഗത്തിൽ പോകും, യാതൊരു സംശയമില്ല. ഒരു MLAക്ക് നാട്ടിൽ നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആര് തടഞ്ഞാലും അവൻ ഇനി മേലി ആരെയും തടയാൻ പാടില്ല. എൻ്റെ പോളിസി അതാണ്. അതിനുശേഷമാണ് ഞാൻ ഈ തോക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി ആരും തടയരുത്, തടഞ്ഞാൽ അത് തടയാൻ പാടില്ല. ഞാൻ ആരെയും തടയാറില്ല താൻ, അതും പറയണം. ചേട്ടൻ പറഞ്ഞു ഇപ്പം സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ഏത് പാർട്ടിയിലോട്ടായിരിക്കും പോകുന്നത്? അങ്ങനെ വല്ലതും തീരുമാനിച്ചോ? എന്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ അപ്പം എന്നെ മാന്യമായി സ്വീകരിക്കുന്നത് ആര് എന്നുള്ളതാണ് പ്രശ്നം. അതനുസരിക്കും എൻ്റെ മറുപടി. ഇപ്പം നമ്മുടെ 3 പാർട്ടിയാണ് മെയിനായിട്ടുള്ളത്, LDF, UDF ആൻഡ് BJP, NDA. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ LDF ആണെങ്കിൽ എല്ലാവർക്കും കിറ്റ് നൽകുന്നു, ശമ്പളം നൽകുക, പൈസ കൊടുക്കുന്നു. അതുപോലെ തന്നെ UDF പ്രതിപക്ഷവും ചെയ്യുന്നുണ്ട്, BJPയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. MJ ഒരു കാര്യം മനസ്സിലാക്ക്, ഇപ്പോൾ കിറ്റ് കൊടുക്കുന്നത് കാരണവന്മാരുടെ സ്വതമൊന്നുമല്ല. കിറ്റെന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സൗജന്യമായി കൊടുക്കുന്ന സാധനമാണ്. അതിനകത്ത് ഒരു സഞ്ചിയാണ് സർക്കാരിൻ്റെത്, ബാക്കിയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. പിന്നെ അരി കൊടുക്കുന്നു, 32 അരി ഫ്രീ എന്ന് പറയും. അതിൽ 70% കേന്ദ്ര ഗവൺമെൻറ് 30 ഇവരുടേത്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രീകുട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ജനം മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ നിയമസഭയിലും പറഞ്ഞു. അതായത് ഈ ഗവൺമെൻറ് 60 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ഗവൺമെൻറ് വരുന്നത്. 60 കൊല്ലം കൊണ്ട് ഉള്ള ഗവൺമെൻറ് മാറി വന്ന ഗവൺമെൻറ് എല്ലാം കൂടെ 1.25 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി. നമ്മുടെ പിണറായിയുടെ സർക്കാർ ഇപ്പോൾ 4.25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കടം എത്രയാണെന്നറിയാമോ? 3.25 ലക്ഷം കോടി. അപ്പോൾ 2 ലക്ഷം കോടി കടമുണ്ടാക്കിയത് ഇവരാ. പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതായത് ശ്രീകുട്ടന് 77,000 രൂപ കടക്കാരനാണ്, ഞാനും 77,000 രൂപ കടക്കാരനാണ്. മനസ്സിലായോ? ഇപ്പം ജനിക്കുന്ന കുഞ്ഞും 77,000 രൂപ കടക്കാരനാണ്. അപ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗവൺമെൻറ് കടം മേടിച്ചിട്ട് ഞാൻ എതിര് പറയാല. നിയമസഭയിൽ തർക്കമുണ്ടായി, ഈ കടം മേടിക്കാവോ എന്നുള്ളതൊരു ചർച്ച. ഞാൻ ഐസക്കോട് പറഞ്ഞു, എവിടെ നിന്ന് കടം മേടിച്ചു എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞു. കിഫ്ബിയുടെ പണമെടുക, ഭരണവും പ്രതിപക്ഷം എതിർക്കുക. ഞാൻ ഐസക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു MLA എന്നതിൽ എനിക്ക് നിങ്ങൾ ധനകാര്യം എവിടെ നിന്ന് പണം മേടിച്ചത് എനിക്കറിയണ്ട. എൻ്റെ നാട്ടിൽ റോഡുണ്ടാകണം, എൻ്റെ നാട്ടിൽ പാലം ഉണ്ടാകണം, എൻ്റെ നാട്ടിൽ ഓഫീസുകളുണ്ടാകണം, സ്കൂളുകളുണ്ടാകണം. എനിക്കത് മതി. പണം ഉണ്ടാക്കേണ്ട എവിടെ നിന്ന് അവർ തീരുമാനിക്കട്ടെന്ന്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കും 100%. വെരി ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വക ഒരു പാട്ട് ഞാൻ ചേട്ടന് പാടി തന്നിരിക്കും. ചേട്ടൻ ഏത് പാർട്ടിയാണെങ്കിലും, എനിക്ക് പാർട്ടിയൊന്നുമില്ല, ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ സോങ് ഒരെണ്ണം പോരാ. പിന്നെ എത്ര വേണം? ഒരു 2 എണ്ണം വേണം. 2 താലൂക്കാ. 2 താലൂക്ക്. അപ്പോൾ ഓരോ താലൂക്കിലും ഓരോന്നിരുന്നോട്ടെ. അദ്ദേഹത്തിന് വേണ്ടി അടുത്ത ഇലക്ഷനിൽ ഞാൻ 2 പാട്ട് ഞാൻ ചെയ്തു തരും. താങ്ക് യു. തീർച്ചയായിട്ടും നന്ദി ഉണ്ടാവും. ചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ കളരി നാടൻ ശൈലിയല്ല, അടിച്ചാലൊരു നാടൻ അടി. പിന്നല്ലേ വലിയ അഭ്യാസമൊക്കെ പറയും. ഉരുളൻ കല്ലിനോട് നല്ല രക്ഷയുണ്ടോ? ഉരുളൻ കല്ല് വെച്ചാൽ പിന്നെ അഭ്യാസം ചെയ്യല, ഒരു രക്ഷയില്ല.
അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ വന്നപ്പോൾ റിക്വസ്റ്റ് ചെയ്യായിരുന്നു ഒരു കാര്യം, ഒരു പാട്ട്. ഈ ഒരു പാട്ടും അറിയത്തില്ല, അത് ഞാനിങ്ങനെ ചിന്തിച്ച്. ചെറുപ്പത്തിൽ എന്തായാലും മൂടി നടന്ന പാട്ട് കാണുമല്ലോ. ശബ്ദമില്ല, അതാ വേറെ പ്രശ്നം അതാ. ഇനി ഈ ഭാര്യ സിനിമ, ഭാര്യ പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് മുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. രസന ദിശ മതി. MG സുകുമാറിന് മുമ്പേ ഇരുന്ന് ഞാൻ പാട്ട് പാടുന്നത് വല്ല കാര്യമുണ്ടോ? അതൊന്നുമല്ല, കറക്റ്റായിരുന്നു, പാടിയത് കറക്റ്റാണ്. അതായത് ജ്ഞാനമുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേട്ടന് കുറച്ച് സ്വരങ്ങളൊക്കെ പറഞ്ഞുതരാം. അയ്യോ, കുഴപ്പമുണ്ടാക്കണ്ട. അത് ചേട്ടൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനൊരു 10 തൊട്ട് കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ സമയം ഉണ്ടാവുമോ എന്നുള്ള അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ പെരിയാറയില്ലേ, പെരിയാറയുടെ സ്വരം തന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ പോണേ. സരിഗാപ്പ 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 പാമഗ പാമഗ ഗാരീസ ഗാരീസ സാസാരി സാസാരി സരിഗാഗാരി 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 സാരീസ 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 സസസാ സസാ സസസാ സസസാ. ഇനി ചേട്ടന് എവിടൊക്കെയാണ് 2 സ്ഥലം ഉദ്ദേശിക്കുന്നത്? ഞാൻ മത്സരിക്കാറ് പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളി, അതിലേതെങ്കിലും 2 സിറ്റി മത്സരിക്കണം. പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളിയിലുള്ളവർ ചേട്ടൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വെറുതെ പറയാണ്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ചേട്ടനെയും സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. രജനീകാന്തിൻ്റെ ഒരു വാക്കുണ്ടല്ലോ, ഞാൻ 1 വാട്ടി സൊന്ന 100 വാട്ടി സൊന്ന മാതിരി അല്ലേ എന്ന് പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനൊരു മുദ്രാവാക്യം ഇറക്കാം. PC 1 വാട്ടി സൊന്ന 1000 വാട്ടി സൊന്ന മാതിരി. കോമതിയാണെന്ന് എൻ്റെ ഉറച്ച വിശ്വാസം. എന്താണ് ചേട്ടൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ? ഭക്ഷണം അതെല്ലാവരും പറയാൻ കൊള്ളുകയല്ലോ. രാവിലെ ഏറ്റു വരുമ്പോഴേ ഒരു കട്ടൻ ചായ മതി വിടാതെ. നേരത്തെ എണ്ണിക്കോ അതോ? പിന്നെ ഒരു 4:30 ആകുമ്പോൾ വെക്കും. 4:30-ക്കോ? അത് കഴിഞ്ഞ് ആദ്യം ഏക്കുന്ന വഴിയെ വെള്ളം കുടിക്കും, ഒരു ഗ്ലാസ്. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഈ 1 ഗ്ലാസ് കട്ടൻ ചായ. പിന്നെ നേരെ ഓഫീസ് പോയി ഇരിക്കും. അവിടെ വരുന്ന ആളുകളെ മുഴുവൻ വന്ന് കണ്ടുകൊണ്ടിരിക്കും. അതപ്പോൾ ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ചായ വന്നുകൊണ്ടിരിക്കും. അത് എണ്ണമില്ല, അത് കട്ടൻ ചായ മതി വിടാതെ. അത് കഴിഞ്ഞ് ചിലപ്പോൾ 9, 10, 11 മണി വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും, പട്ടിണി ഇരിക്കും. ആളുകൾ മുഴുവൻ പോയി കഴിയുമ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് കുളിക്കുന്ന അന്നേരം. കുളി കഴിഞ്ഞ് വന്ന് ഇരുന്നാൽ പിന്നെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന് വിട്ടുവീഴ്ചയില്ല. അത് ദോശയാണെങ്കിൽ ഒരു 6 എണ്ണം, ഇഡ്ഡലിയാണെങ്കിൽ ഒരു 5, പിന്നെ നല്ല പച്ചക്കപ്പയാണ് പച്ചക്കപ്പ കുറച്ച് ആവശ്യത്തിന്, കപ്പയാണെങ്കിൽ ഇറച്ചി മസ്റ്റ. പിന്നെ ബാക്കിയുള്ള ദോശ ഇതൊക്കെയാണെങ്കിൽ ചമ്മന്തി സാമ്പാറും വേണം. ചമ്മന്തി മാത്രമല്ല, ചമ്മന്തിക്ക് സാമ്പാറും വേണം, ഈ ദോശയ്ക്ക് സാമ്പാറും ചമ്മന്തി. പിന്നെ മുളക്, വത്തലമുളക് പൊടിയും കൂടണം. അത് തിന്ന് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം പിന്നെ ഒരു ഏത്തപ്പഴം നല്ല പഴുത്തത് നല്ലോണം പുഴുകിയത് അതൊരെണ്ണം തിന്നും. അത് കഴിഞ്ഞ് ഒരു 2 മുട്ട. അതിന് ഉണ്ണി ഉണ്ണി ഉപയോഗിക്കാൻ പാടില്ല, വെള്ള മാത്രം, വൈറ്റ്. 2 തിന്നുമ്പോൾ ഒരു പരുവാകും, മതിയാവും, അത്ര കൂടെ നിർത്തും. എല്ലാ ദിവസവും അങ്ങനെയാണ്. എല്ലാ ദിവസവും. അപ്പോൾ വൈകുന്നേരം ഈ ചോറുണ്ണാറില്ല. എന്തെങ്കിലും ചപ്പാത്തി, പൊറോട്ട, നാൻ ഏതെങ്കിലും. പിന്നെ മട്ടനാണ് ഇഷ്ടം, മട്ടൻ. ഒരു ചോദ്യം, ചേട്ടന് മുഖ്യമന്ത്രിയായെന്ന് വെച്ചു, ആയി അല്ലേ, ആകും, ഇന്നല്ലേ നാളെ ആകും. മുഖ്യമന്ത്രി ആയാൽ ചേട്ടൻ നടപ്പിലാക്കുന്ന ഏതാനും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ചേട്ടൻ്റെ മനസ്സിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന. അതൊരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കാരണം അത് സാധ്യത കുറവാണ്. ഒറ്റയാനായിട്ട് കിടക്കുന്ന ഞാനെങ്ങനെ മുഖ്യമന്ത്രിയാവും? പറയാൻ പറ്റത്തില്ല, സാധ്യത കുറവാണ്. വരട്ടെ. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഭക്ഷണം
എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും ശുദ്ധമായ വായു, ഇത് ഉറപ്പാക്കും. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ, അത് മതവ്യത്യാസമില്ലാതെ, കാസ്റ്റും ക്രീഡും നോക്കാതെ 3,63,00,000 ജനങ്ങൾക്കും ഇത് മൂന്നും ആദ്യം ഉറപ്പാക്കാൻ ഓർഡർ ഇടും. ഒരു വിട്ടുവീഴ്ചയും കാണുകയില്ല. അതിൽ ഈ മൂന്നാമത്തെ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഉറപ്പാക്കുന്ന? വായു, ശുദ്ധമായ വായു, എയർ പൊല്യൂഷൻ തകർത്ത് കളയും. മുഴുവൻ പൊല്യൂട്ടഡ് അല്ലേ, ഇതൊന്നും അനുവദിക്കില്ല. അനാവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം നിർത്തിക്കളഞ്ഞ്, എന്നിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം പൊല്യൂട്ടഡ് ആണ്, അറിയാമോ? എയറും പൊല്യൂട്ടഡ്, അനുവദിക്കാൻ പറ്റില്ല. ഒരു സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം അത് ചെയ്യും. പിന്നെ ഭക്ഷണം, ഞാൻ പറയല്ലോ, സ്ഥിരമായിട്ട് വേണമെന്ന്, അതുപോലെ എയറും വസ്ത്രവും കൊടുക്കും. പിന്നെ ചെയ്യുന്ന എന്താ, വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തും വിദ്യാഭ്യാസം മോശം എന്ന് പറയാൻ കഴിയില്ല. വളരെയേറെ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ IT സംവിധാനത്തിൽ സംശയങ്ങൾ നിലനിൽക്കുക, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. നെറ്റ് സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും അത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എല്ലാവരും ഈ വലിയ ഇൻഫോസിസ് അവിടെ പോയി കുത്തിയത് ജോലി ചെയ്യേണ്ട കാര്യം എന്താ? വീട്ടിൽ ഇരുന്നാൽ പോരെ. എല്ലാവർക്കും, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഈ നെറ്റിലൂടെ ജോലി ചെയ്യാനും സമ്പാദിക്കാനുള്ള അവസരം ഉണ്ടാക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വന്നാൽ പിന്നെ സ്വസ്ഥയും സുഖമായി ജീവിച്ചല്ലോ. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യും, കേരളത്തിൽ നിന്ന് മദ്യം എന്നേക്കുമായി ഒഴിവാക്കും. മദ്യം ഒഴിവാക്കുക മാത്രമല്ല, കഞ്ചാവ് ഉൾപ്പെടെയുള്ള, കറുപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഇത് കൂട്ട് സാധനങ്ങളും നിരോധിക്കുന്നത് മാത്രമല്ല, കഞ്ചാവോ ഈ സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവനെ തൂക്കാൻ വിധിക്കാൻ നിയമം ഉണ്ടാക്കും. ഒരു വിട്ടുവീഴ്ചയും കാണില്ല, യാതൊരു ക്ഷമയില്ല. എന്നാൽ ചില ആളുകൾക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ടാക്കി കൊടുക്കും. അവൻ കുടിച്ചോട്ടെ, അവൻ കുടിച്ച് മൂല കിടന്നോട്ടെ, നമുക്കൊരു വിരോധമില്ല. സമൂഹത്തിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. മദ്യം സമൂഹത്തിന്റെ ഭാഗമാകാൻ അനുവദിക്കില്ല. ഇതാണ് വളരെ ശക്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടു. അപ്പം അതിനകത്ത് ഈ മദ്യത്തിൻ്റെ പോയിന്റിൽ അതിൽ ഞാൻ കിടക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്നത് സിവിൽ സപ്ലൈസിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. അത് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർ തൊട്ട് മേളിൽ ഉള്ള ആൾക്കാർ വരെ. ലോട്ടറി ഉണ്ട്. എന്നാലും ഇവരുടെ ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിക്കോ, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന വ്യക്തിക്കോ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളിന് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഒരു റിലാക്സിങ് സംഭവം അതാണ്. അപ്പം ചേട്ടൻ പറഞ്ഞതിനകത്ത് മറ്റൊരു പോയിന്റ് ഉണ്ട്, അതിന് പെർമിറ്റ് വയ്ക്കുന്നത്. പക്ഷെ പെർമിറ്റ് വയ്ക്കുന്ന ഈ ദുബായിലും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പെർമിറ്റ് ഉണ്ട്. ഇങ്ങനെ പെർമിറ്റ് വെച്ചിട്ട് അല്ല, അങ്ങനെ വരുമ്പോൾ ഈ ചേട്ടൻ നിൽക്കുമ്പം ഈ വിഭാഗം വോട്ട് ചെയ്യുമോ? വോട്ടിന് അതീതമാണ്. വോട്ട് ചെയ്യോ ചെയ്യാതിരിക്കട്ടെ, യാതൊരു സംശയമില്ല, മദ്യം നിരോധിച്ചേ മതിയാവും. മദ്യത്തിനെതിരായ ശക്തമായ നടപടി സ്വീകരിക്കും. അതോടൊപ്പം ഈ പെർമിറ്റ് കൊടുക്കണം. അതുപോലെ ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു കാര്യം, ലോട്ടറി പരിപൂർണമായിട്ട് നിരോധിക്കും. ലോട്ടറിയിലെ ഏറ്റവും വലിയ കൊള്ള, എത്ര ലക്ഷം ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന ആർക്കറിയാം? ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് കൊള്ളക്കാരുള്ള ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മുഴുവൻ എൻ്റെ ലോട്ടറി നറുക്കെടുപ്പ് പോലും കള്ളത്തരമല്ലേ. അതെല്ലാം താമസിക്കാതെ തെളിയിക്കാനുള്ള റെക്കോർഡൊക്കെ എൻ്റെ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഈ ലോട്ടറി ഏറ്റവും പാവപ്പെട്ടവൻ്റെ ജീവിതം തലയ്ക്കുന്നത് ലോട്ടറിയാണ്. സത്യം. അവൻ കൂലിപ്പണി എടുത്ത് 500 രൂപ ഉണ്ടാക്കിയാൽ 400 രൂപയ്ക്ക് ലോട്ടറി എടുക്കുക. ഏതെങ്കിലും സമ്പന്നൻ ലോട്ടറി എടുത്ത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും വലിയൊരു ഉദ്യോഗസ്ഥൻ ലോട്ടറി എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ പാവപ്പെട്ടവനെ. അപ്പൊ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് ലോട്ടറി. ആ നിമിഷം നിർത്തിക്കളയണമെന്ന് എൻ്റെ അഭിപ്രായം. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും. ആരാണ് ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി? നല്ലൊരു ചോദ്യമാണ്. അതായത് രണ്ടുപേരും, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രണ്ടുപേരും നല്ല വ്യക്തികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചില്ലാതെ ഞാൻ സത്യസന്ധമായി പറയാം. ഞാനിപ്പം കോൺഗ്രസ് മുന്നണിയൊന്നുമല്ല, ഒരു മുന്നണിയിലും ഞാനില്ല. നിഷ്പക്ഷമായിട്ട് പറയാം, ഉമ്മൻചാണ്ടിയെപ്പോലെ ജനകീയനായ ഒരു നേതാവ് കേരളത്തിലില്ല. ഒരു സത്യമാണ്. കാരണം അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറയും. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ മുറിയിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾ ഒരുമിച്ച്.
ലിഫ്റ്റിലോട്ട് കയറിയപ്പോഴത്തേക്കിനും ഒരു സ്ത്രീ ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കും ലിഫ്റ്റ് വിട്ടുപോയി. പക്ഷെ താഴെ ചെന്നു. ഞാൻ നോക്കിയ മുഖ്യമന്ത്രി താഴെ വേറെ വണ്ടി ലിഫ്റ്റ് ആളുണ്ടായിരുന്നു. താഴെ നിർത്തി ഇറങ്ങി കഴിയുമ്പം ലിഫ്റ്റ് അവർ പുറകോട്ട് വിടാൻ പറഞ്ഞു. ഞാനും കൂട്ടത്തിൽ പോയി. ഒരു മര്യാദയില്ല. ചെന്നപ്പോൾ എന്നാ സംഭവം എന്നറിയാവോ? പുള്ളി അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീ ഒരു ഏക്കാൻ മേലാത്ത ആളെ കൊണ്ടുവന്നിരിക്കുക. പുള്ളി ഇതിനെ എടുത്ത് ഊളായിട്ട് എടുത്തോണ്ട് ഓഫീസോട്ട് കയറുക. ഒന്ന് ആലോചിച്ചു. മുഖ്യമന്ത്രി അവരുടെ ഓർഡർ കൊടുത്തു. ആ പറഞ്ഞ ആവശ്യം എന്താണ്? പെൻഷൻ ഉൾപ്പെടെ ഓർഡർ ഇട്ടു പുള്ളി അന്നേരം. അത് 1 മണിക്കൂറിന് ഓർഡർ കൈ കൊടുത്ത് പറഞ്ഞു വിട്ടു. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കേ പറ്റൂ. അതുപോലെ ജനകീയൻ അങ്ങേര്. അദ്ദേഹത്തെ പറ്റി ഞാൻ ഭയങ്കരമായി എതിർത്തിട്ടുള്ളവൻ, അറിയാവോ? ആ എതിർക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നന്മ പറയാൻ എനിക്ക് മടിയില്ല. ഇപ്പോഴും അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നന്മ അതാണ്. അത് കേരളത്തിലെ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. ഈ രമേശ് ചെന്നിത്തല ഒരു വാക്ക് പറയാം കേട്ടോ. കെ കരുണാകരന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എല്ലാവരും പറയും. നിയമസഭയ്ക്കകത്തുള്ള ആരെങ്കിലും പറയട്ടെ, ഞാൻ പറഞ്ഞു നിൽക്കട്ടെ. ഈ രമേശ് ചെന്നിത്തല നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടമുണ്ടല്ലോ, പിണറായി വിജയന്റെയും സെറ്റിന്റെയും മുമ്പിൽ ഈ രമേശ് ചെന്നിത്തല പിടിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് പിന്നെ പിടിച്ചു നിന്നതാണ്. എന്നെ അലക്കുന്ന ഒരു കാര്യമില്ലാതെ ഐസക്കിനെയൊക്കെ വട്ടം കറക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഡയറക്റ്റ് ഫൈറ്റാ. ഞാൻ രമേശ് ചെന്നിത്തല ഒരു ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ത്രാസ് കിടണ്ട. പ്രതിപക്ഷ നേതാവ് എന്നതിൽ രമേശ് ചെന്നിത്തല ഏറ്റവും ബെസ്റ്റാണ്. ജനകീയ നേതാവ് എന്നതിൽ ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ നേതാവാണ്. അതുകൊണ്ട് ത്രാസിലിട്ട് രണ്ടുപേരെയും തൂക്കുകയോ ചെയ്യരുത്. അത് കറക്റ്റായിട്ട് ഞാൻ നിൽക്കും. അതെ. ചേട്ടനിപ്പോൾ ഈരാറ്റുപേട്ടയല്ലേ താമസിക്കുന്നത്? അതെ. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? എങ്ങനെയാണ് കുടുംബജീവിതം? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉഷ, പിന്നെ എൻ്റെ മൂത്ത മകൻ ഷോൺ ജോർജ്, ചാക്കോച്ചെന്നാ വിളിക്കുന്നത്. അറിയാം. ഷോണിന്റെ ഭാര്യ നമ്മുടെ പാർവതി, പാറു എന്നാണ് വിളിക്കുന്നത്, ജയച്ചൻ്റെ മോള്. അതെ. പാറുവിൻ്റെ മക്കൾ ഷോണിന്റെ മക്കള് 2 പിള്ളേരാണ്. ഒന്ന് നമ്മുടെ അപ്പുവും അമ്മുവും. അപ്പു എൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന അമ്മു വരും. ചിലപ്പം രാത്രി കിടക്കുമ്പോൾ അമ്മുക്കുട്ടി വന്ന് വഴക്കുണ്ടാക്കും. അപ്പൂപ്പ കൂടെ ഞാനാന്ന് പറയും. അപ്പൂപ്പാന്ന് എന്നെ വിളിക്കുന്നത്. ചിലപ്പോൾ അമ്മുക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അങ്ങനെ ഇത്രയും പേരാണ്. എൻ്റെ രണ്ടാമത്തെ മോനുണ്ട്. അവന് ബിലീവേഴ്സ് ചർച്ചിൽ മെഡിസിന് പഠിക്കുക. എന്താ പേര്? ഷെയ്ൻ. മാത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ഷെയ്ൻ. ഇത്രയും പേരാണ് വീട്ടിൽ. പിന്നെ ഞങ്ങളുടെ ഒരു വിജയമ്മ എന്ന് പറഞ്ഞ ജോലിക്കാരിയും വീട്ടിൽ വർഷങ്ങളായിട്ട്. അപ്പൊ അവിടെ കൃഷി വല്ലതും ഉണ്ടോ? അത് താമസിക്കാൻ 1 ഏക്കറോളം ആയി. അതിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ പശു അങ്ങനെയുള്ള ഒന്നും വളർത്തുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ വീട്ടിലതിന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നടത്തുന്നത്. എനിക്ക് ആടിനെയൊക്കെ വളർത്തിയാൽ നാട്ടുകാർക്ക് ശല്യമല്ലേ. പശുവിനെ വളർത്തിയാൽ നാട്ടുകാർക്ക് ശല്യം വേണ്ട. അതുകൊണ്ടാണ് അതിലൊക്കെല്ലാം തൊട്ട് വീടുകളാണ്. അതെ, അതുകൊണ്ടാണ് വളർത്താതെ. അപ്പോൾ എന്തായാലും സന്തുഷ്ട കുടുംബം. എനിക്ക് ഒരു കാര്യം എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ തോന്നിയത്, മനസ്സിൽ ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. കാരണം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ? അതിന്റെ ആവശ്യം. കാരണം എനിക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടാവാറില്ല. കാരണം നാളെ എന്താന്നുള്ളതിനെ പറ്റി എനിക്ക് ചിന്തയില്ല, അറിയില്ല. പിന്നെ എന്താണ് അത് എന്ത് വന്നാലും സന്തോഷത്തോടെ നേരിടണം. ആ ഒരു മാനസികത എനിക്ക്. അതൊരു ഒരു വലിയ കഴിവാണത്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, ഒരു വലിയ കഴിവാണ്. അപ്പോൾ എന്തായാലും ചേട്ടനൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരു ചെറിയൊരു ചോദ്യം. ഈ പ്രായപൂർത്തിയായ ആണുങ്ങളും പ്രായപൂർത്തിയായ പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്നൊരു കാര്യം എന്താണ്? പ്രായപൂർത്തിയായ ആണുങ്ങളും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ചേട്ടൻ പലതും ആലോചിച്ചു. വളരെ രഹസ്യമായിട്ട് പറയാൻ കൊള്ളില്ലാത്തതുകൊണ്ട് ടെൻഷൻ വേണ്ട, പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത് വരാൻ പോണ ഒരു ഇതിനും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓട്ട്. അത് ആടും പെണ്ണും അല്ല, എല്ലാരും ചെയ്യുന്ന ഓട്ട. പ്രായപൂർത്തിയായ മുഴുവനാണ്. അതങ്ങനെ പറഞ്ഞോണ്ട എനിക്ക് സംശയം. പ്രായപൂർത്തിയായ പെണ്ണും പ്രായപൂർത്തിയായ ആണെന്ന് പറഞ്ഞോണ്ടോ സംശയം? ഈ പോലീസ് വിഭാഗത്തിൽ ആരെങ്കിലും എടുത്ത് മർദ്ദിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലതും പ്രശ്നം? അല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ? എന്നെ ആരും പോലീസുകാരടിച്ചിട്ടില്ല അങ്ങോട്ട്. പക്ഷേ എറണാകുളത്ത് വെച്ച് പഠിക്കുമ്പോൾ പോലീസുകാരെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് വാഹനത്തോട്ട്. ഒടിഞ്ഞ് മടങ്ങിയ ടൗൺ ഹാളിൻ്റെ അവിടെ വെച്ച്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമരത്തിലുണ്ടാവും നീ.
അതല്ലാതെ ഒരു പോലീസ് ആക്രമണം ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഇപ്പം ഈ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പൊക്കുന്നതും താത്തുന്നതും സോഷ്യൽ മീഡിയയാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ചേട്ടന് ഉപകാരം ചെയ്തിട്ടുണ്ടോ അത് ഉപദ്രവമാണ്? എനിക്ക് ഉപകാരവും ഉപദ്രവമുണ്ട്. കുറേ എണ്ണമുണ്ട് ഉപദ്രവിക്കുന്നവന്മാർ, പക്ഷേ കൂടുതലും ഉപകാരം ചെയ്യുന്നവരാണ്. ചില ആളും ചിലപ്പോൾ ഒരു അരിച്ചപ്പെടുത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ഷമ പറഞ്ഞാൽ വീണ്ടും അത് തന്നെ കാണിക്കുന്ന വൈരാഗ്യമല്ലേ. അങ്ങനെ കുറേ എണ്ണമുണ്ട്. അത് എൻ്റെ ഈരാറ്റുവട്ടം തന്നെയുള്ള അത് 80 പോലെ എൻ്റെ ശത്രുക്കളാണ്. അവരിങ്ങനെ ഇടയ്ക്കുമ്പോൾ വൃത്തികേട് തന്നെ എടുത്തിട്ട് കാണിക്കും. ഞാൻ പറഞ്ഞ 1-2 ഭാഗങ്ങൾ ശരിയാണ്, ഞാൻ പരസ്യമായി ക്ഷമ പറഞ്ഞു, അപ്പോൾ എങ്ങനെ നിർത്തണ്ടേ? അതായത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരാൾ ക്ഷമ പറഞ്ഞാൽ പിന്നെ പൊരുത്തപ്പെട്ട് മിണ്ടരുതെന്ന്. എന്നിട്ട് പോലും ഇവന്മാർ കുറേ എണ്ണം അത് 80 പോലുള്ള ശല്യമാണ്. ബാക്കി ബഹുഭൂരിപക്ഷമല്ല 100-95% സോഷ്യൽ മീഡിയ എനിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. എനിക്കത് സന്തോഷമുണ്ട്. എല്ലാ ഞാൻ ഇടയ്ക്കുമ്പോഴത്തേക്ക് എടുത്ത് നോക്കാറുണ്ട്. സന്തോഷമാണ്.